മണിപ്പൂർ സംസ്ഥാനം പൂർണ്ണ അരാജകത്വത്തിലേക്ക് ഒരിക്കൽ കൂടി വഴുതി വീണിരിക്കുന്നു. മണിപ്പൂരിൽ ഉണ്ടാകുന്ന വെടിവെപ്പുകളോ തട്ടിക്കൊണ്ടുപോകലുകളോ അക്രമങ്ങളോ പുതുമയല്ലാതായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ഹൈ സ്കെയിൽ എസ്കലേഷൻ ഓഫ് ടെൻഷൻ ബിറ്റ്വീൻ മെയ്തേ കമ്മ്യൂണിറ്റി ആൻഡ് കുക്കി കമ്മ്യൂണിറ്റി. നമ്മൾ പലപ്പോഴും അതിന് പിന്നിൽ നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ, അതിന് മതപരമായ പരിപ്രേക്ഷ്യവും രാഷ്ട്രീയ പരിപ്രേക്ഷ്യവും എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ഒരു പൂർണ്ണമായ നിഷ്പക്ഷമായ രീതിയിൽ ആ സ്ഥിതിഗതികളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോഴത്തെ ആ സംഘർഷത്തിൻ്റെ വിത്തുകൾ അത് ചെന്നെത്തി നിൽക്കുന്നത് ജരിബാം എന്ന് പറയുന്ന മണിപ്പൂർ ആസാം അതിർത്തിയോട് ചേർന്ന ഒരു ഗ്രാമത്തിലാണ്. ആ പ്രദേശം ജരിബാമിൽ കുക്കികളുണ്ട്, മെയ്തേ വിഭാഗക്കാരുണ്ട്, മറ്റ് വംശങ്ങളുണ്ട്. എല്ലാവരും ഇടതൂർന്ന് പാർക്കുന്ന പൊതുവേ സമാധാനമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ മണിപ്പൂർ കലാപം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചിരുന്ന് സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ട സ്ഥലവുമാണത്. പക്ഷേ അവിടെ ഒരു ചെറിയ സംഭവമാണ്, പലപ്പോഴും ഒരു തീപ്പൊരിയാണ് ഒരു വലിയ അഗ്നി ബാധയ്ക്ക് കാരണമാകുന്നത്. ഒരു കുക്കി ഗ്രാമത്തിലെ കുക്കികൾ വേറെയായിട്ടാണ് താമസിക്കുന്നത്, മെയ്തികൾ വ്യത്യസ്തമായി താമസിക്കുന്നു. പൊതുവെ അവർ ഇടകലർന്ന് താമസിക്കാറില്ല. നമുക്കറിയാമല്ലോ, കുക്കി മേഖല എന്ന് പറയുന്നത് ട്രൈബൽ മേഖലയാണ്. കുക്കികൾ മല പ്രദേശത്താണ് താമസിക്കുന്നത്. അതാണ് 70-80% ഭൂമിയും മലനിരകളാണ്. ആ മലനിരകളുടെ മധ്യത്തിൽ സമതലമായ പ്രദേശത്താണ് ഇംഫാൽ താഴ്വര. അവിടെയാണ് മെയ്തികൾ, അവരാണ് ഭൂരിപക്ഷ വിഭാഗം. മെയ്തികൾ താമസിക്കുന്ന അവരിൽ കൂടുതൽ പേരും ഹിന്ദുക്കളാണ്, അല്ലാത്ത വിഭാഗങ്ങളുമുണ്ട്. കുക്കികളുടെ മഹാഭൂരിപക്ഷവും ക്രൈസ്തവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈന്ദവ ക്രൈസ്തവ ഒരു ഡിവൈഡ് ഉണ്ട് എന്ന് അവിടെ ഒരു നറേറ്റീവ് വരുന്നത് ആ ഒരു കാരണത്താലാണ്. ഇനി നമ്മൾ ജരിബാമിലേക്ക് വരിക. അവിടെ ഒരാളൊരു തൻ്റെ ഗർഭിണിയായ ഭാര്യയെ കാണാനായിട്ട് ആ ഗ്രാമത്തിലേക്ക് വരികയാണ്. ആ ആൾ കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ തോതിലുള്ള പീഡനത്തിന് ഇരയായി. അങ്ങനെ കുക്കികളുടെ ഒരു അവാന്തര വിഭാഗം, ആ പ്രദേശത്ത് താമസിക്കുന്ന മാർ വിഭാഗം എന്ന് പറയുന്ന ഒരു ചെറിയ അവാന്തര വിഭാഗം, കുക്കികൾക്ക് ഒരു 25-ലധികം വ്യത്യസ്തമായ അവാന്തര വിഭാഗങ്ങളുണ്ട്. അപ്പം മാർ വിഭാഗം കുക്കികളുടെ ഒരു ഗ്രാമമായിരുന്നത്. അവർ വളരെയധികം പ്രക്ഷുബ്ധമായി അവരെ ആക്രമിച്ചു. മെയ്തികളുടെ ഒരു കേന്ദ്രം, അതായത് അവരുടെ അഭയാർത്ഥി കേന്ദ്രം, അതിന് CRPFൻ്റെ കാവൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം ആക്രമിക്കുകയും അവിടുന്ന് 6 പേരെ, 3 സ്ത്രീകളെയും 3 കുട്ടികളെയും, ഒന്ന് 8 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ്, തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു കവചിത വാഹനം, CRPFൻ്റെ ആയിരിക്കണം, കവചിത വാഹനത്തിൽ നിന്നും വലിയ തോതിലുള്ള വെടിവെപ്പുണ്ടായി. 10 കുക്കികൾ തട്ടിക്കൊണ്ടു പോകാൻ എത്തിയവരിൽ 10 പേരാണ് അവിടെ വെടിയേറ്റ് മരിച്ചത്. അത് വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണം. അതിൻ്റെ ഭാഗമായി തട്ടിക്കൊണ്ടു പോകപ്പെട്ട മെയ്തികൾ 6 പേരെയും കൊന്ന് നദിയിൽ തള്ളുന്ന ഒരു കാഴ്ച പിന്നീട് കണ്ടു. ഓരോരോ മൃതശരീരങ്ങൾ അവിടെ നിന്നെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അസ്വസ്ഥജനകമായൊരു കാര്യമാണ്. അവിടെ മെയ്തികൾക്ക് ഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വര ഇളകിമറിഞ്ഞു. അത് മുഖ്യമന്ത്രി ബീരേൻ സിംഗിൻ്റെ കസേരയെ വരെ ഇളക്കി മറിക്കാൻ തക്ക പ്രക്ഷോഭമായി വളർന്നു കഴിഞ്ഞു ഓൾറെഡി. നമുക്കറിയാമല്ലോ, മിസ്റ്റർ ബീരേൻ സിംഗ്, അദ്ദേഹം BJP-കാരനാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇത്രയും കലാപം സംഭവിച്ചുവെങ്കിലും അദ്ദേഹം BJP-യുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും എല്ലാം കരുണയിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടരുകയാണ്. അദ്ദേഹത്തിന് ശക്തരായ കുക്കി സംഘടനകളുടെ പിൻബലമുണ്ട്. അരാംഭായ് തെങ്കോൾ എന്നൊക്കെ പറയുന്ന തീവ്ര കുക്കി വിഭാഗങ്ങൾ, മെയ്തേ ലിപൂൺ, ഇതൊക്കെ കുക്കി തീവ്ര സംഘടനകളാണ്, സായുധ ഗ്രൂപ്പുകളാണ്. കുക്കിയല്ല, മെയ്തി തീവ്രവാദ സംഘടനകളാണ്. ഈ മെയ്തി തീവ്രവാദ സംഘടനകളുടെ പിൻബലത്തിലാണ് ഇദ്ദേഹം ഭരണത്തിൽ തുടരുന്നത്. എന്നാൽ അദ്ദേഹം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലെ മുഖ്യമന്ത്രിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. 60 അംഗ നിയമസഭയിൽ, മണിപ്പൂരിലെ നിയമസഭയിൽ 37 അംഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BJP-ക്കുള്ളത്. അതിൽ തന്നെ 10 പേർ കുക്കി വിഭാഗത്തിൽപ്പെടുന്നവരും ബാക്കിയുള്ളവർ മെയ്തി വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. അപ്പം മെയ്തികളുടെ പാർട്ടിയായിട്ടാണ് പൊതുവേ ബീരേൻ സിംഗിൻ്റെ പാർട്ടി അറിയപ്പെടുന്നത്. ഇംഫാൽ താഴ്വരയിൽ മാത്രമാണ് ആ പാർട്ടിക്ക് നിർണായക സാന്നിധ്യം. എന്നാൽ അത് മതിയാകും ഭരണത്തിലെത്താൻ. കാരണം മെയ്തികൾക്ക് നല്ല ഭൂരിപക്ഷമുള്ളത് കൊണ്ട് മെയ്തി വിഭാഗക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കും. പക്ഷേ നാഗ വിഭാഗക്കാരായ 5 MLA-മാരുണ്ട്. അവരുടെ പിന്തുണയും നിലവിൽ ബീരേൻ സിംഗ് ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഇപ്പോൾ മണിപ്പൂരിന് പുറത്ത്
മേഘാലയയിൽ സാന്നിധ്യമുള്ള മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മയുടെ പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, അപ്പം ആ പാർട്ടിയുടെ 7 MLA ഈ മുന്നണിയിൽ അംഗമാണ്. BJP നയിക്കുന്ന ബീരൻ സിംഗ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ മുന്നണിയിലെ പങ്കാളിയാണ്, ഘടകകക്ഷിയാണ് 7 MLA NPP. ആ ഒരു NCPയുടെ ഒരു പുതിയ വിഭാഗമാണ് കോൺറാഡ് സാങ്മ. പണ്ട് ലോക്സഭാ സ്പീക്കറായിരുന്ന PS സാങ്മയുടെ മകൻ കോൺറാഡ് സാങ്മ, അദ്ദേഹം NCP, ശരത് പവാറിനോടൊപ്പമുള്ള NCPയിലായിരുന്നു. അവിടെ നിന്ന് മാറി പുതിയ പാർട്ടി, മേഘാലയയിലെ പ്രാദേശിക ആ കക്ഷിക്ക് പക്ഷേ മണിപ്പൂരിലും 7 MLA. ആ 7 MLA പിന്തുണ ഇപ്പോൾ ആ പാർട്ടി പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ ബീരൻ സിംഗ് ഗവൺമെൻറ് വീഴണമെങ്കിൽ കുക്കി വിഭാഗക്കാരായ 10 MLA, ഭരണകക്ഷിയായ BJPയിലെ കുക്കി വിഭാഗക്കാരായ 10 പേരുടെ പിന്തുണയും പിൻവലിച്ചാലേ പറ്റൂ. എങ്കിൽ പോലും നാഗ പാർട്ടിയുടെ പിന്തുണയുണ്ട്, ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയുണ്ട്, അതുപോലെ ജനതാദൾ യുണൈറ്റഡ് BJPയുടെ സഖ്യകക്ഷിയാണ്. ബീഹാറിലൊക്കെയുള്ള നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജനതാദൾ യുണൈറ്റഡിൻ്റെ ഒരു MLA. അതുകൊണ്ട് തൽക്കാലം ബീരൻ സിംഗിന് ഭരണത്തിന് ഒരു വലിയ ത്രെട്ട് അവിടെ കാണുന്നില്ല. പക്ഷേ എത്ര കാലം ഇത് മുന്നോട്ട് പോകും? മെയ്തി തീവ്ര സംഘടനകളുടെ ആവശ്യമെന്ന് പറയുന്നത് പൂർണ്ണമായ സൈനിക നടപടിയിലൂടെ കുക്കി ഗ്രാമങ്ങളെ മുഴുവൻ ഫിനിഷ് ചെയ്യണമെന്നാണ്. അത് സാധ്യമല്ല, അതൊരിക്കലും സാധ്യമല്ല. ആംസ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, അഫ്സ്പ, അതാണല്ലോ പലപ്പോഴും കലാപബാധിതമായ പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള 1958 പാർലമെൻറ്റിൻ്റെ ആക്റ്റാണ്. ആ ആക്ടിൻ്റെ പരിധിയിൽ നിന്നും മണിപ്പൂരിനെ ഒഴിവാക്കണം എന്ന് ദീർഘകാലമായ ആവശ്യമാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പലപ്പോഴും പല പ്രക്ഷോഭങ്ങളും നടന്നിട്ടുള്ളത്. ഇപ്പോഴും ആ ആവശ്യം ഒരിക്കൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാം, എന്തിനാണ് ഈ കേന്ദ്ര സേനയുടെ സാന്നിധ്യം ഒഴിവാക്കുന്നത്? എന്താണ് അങ്ങനെ ഒഴിവാക്കിയാൽ ഭൂരിപക്ഷ വിഭാഗമായ മെയ്തികൾക്ക് അവിടെ നിർണായകമായ സൈനിക സാന്നിധ്യം ഉള്ളതുകൊണ്ട് ലോക്കൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കുക്കികൾക്കെതിരെ അടിച്ചമർത്തൽ നടപടികൾ എടുക്കാനാവും. പലപ്പോഴും ആസാം റൈഫിൾസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സേനകളാണ് ആ വിവാദത്തെ, കുക്കികളെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഇപ്പോൾ കുക്കികളുടെ മലനിരകൾക്കും മെയ്തികളുടെ താഴ്വരകൾക്കും മധ്യേയുള്ള ആ ഒരു ബഫർ സോൺ, ആ സോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് പരസ്പരം ഇരുവരുടെ മേഖലകളിൽ അതിക്രമിച്ച് കയറാതിരിക്കാൻ എല്ലാ സന്നാഹവും എടുക്കുന്നത് സ്റ്റേറ്റ് പോലീസല്ല, മറിച്ച് സൈനിക വിഭാഗങ്ങളാണ്. CRPFും ആസാം റൈഫിൾസും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഇപ്പോൾ അത് പ്രാബല്യത്തിലാണ്. അത് ഏതാനും മേഖലകളിൽ അത് വളരെ നിർണായകവുമാണ്. അത് പിൻവലിക്കണമെന്ന് മെയ്തി തീവ്ര സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഒട്ടും സൂചനയായി നമുക്ക് കാണാനാവില്ല. അപ്പോൾ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് മണിപ്പൂർ വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത് 2 ഭാഗത്തും വലിയ ഡിമാൻഡുകളാണ്. കുക്കികളുടെ ഭാഗത്ത്, ട്രൈബൽസായ കുക്കികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ഏറെക്കാലമുള്ള ഡിമാൻഡാണ്. തങ്ങൾ അധിവസിക്കുന്ന പ്രദേശം കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിക്കണം, ഞങ്ങൾക്ക് പ്രത്യേക പദവി വേണം, അല്ലെങ്കിൽ ഓട്ടോണമസ് റീജിയൻ ഉണ്ടാകണം, മെയ്തികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ ഒരു കാരണവശാലും ഒരുമിച്ച് പോകാനാവാത്തൊരവസ്ഥയിലേക്കാണ്. അതേസമയം ആ സംസ്ഥാനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, സമഗ്രത, അത് അട്ടിമറിക്കാൻ ഒരുപക്ഷെ കേന്ദ്ര ഭരണകൂടമോ BJPയോ അമിത്ഷായോ നരേന്ദ്രമോദിയോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ബീരൻ സിംഗ് തുടരാൻ അനുവദിക്കുന്നതും. എന്നാൽ തിരക്കിട്ട് ഇത്രയും പ്രക്ഷോഭം ഉണ്ടായ സ്ഥിതിക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ്. ആ സമയത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുകയും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ച് ഇപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്യാനായി ചർച്ച നടത്തുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇവിടുത്തെ ചോദ്യമെന്ന് പറഞ്ഞാൽ മണിപ്പൂർ എങ്ങോട്ട് നീങ്ങും? പ്രധാനമന്ത്രി വളരെ ബുദ്ധിമുട്ടിയാണ് പാർലമെൻറ്റ് ഒരു പ്രസ്താവന നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ശ്രീ രാഹുൽ ഗാന്ധി ഉഗ്രമായി പ്രതിപക്ഷത്തെ നിന്നും വലിയ ഒരു പ്രക്ഷോഭം നയിക്കുകയും പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിൽ വന്ന് ഒരു വാക്കിലെങ്കിലും മറുപടി പറയുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ നാളിതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്ക്, കലാപ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രസ്താവനകൾ വന്നിട്ടില്ല. ഇത് വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഈ ചിലരെങ്കിലും അതിനൊരു മതപരമായ പരിപ്രേക്ഷ്യം നൽകുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾ, ഇപ്പം ജെറിബാമിൽ ഉൾപ്പെടെ വലിയ തോതിലാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത്. അത് സ്വാഭാവികമാണ്. കാരണം അത് സ്വാഭാവികമെന്ന് പറയുന്നത്
ഇതൊരു മതപരമായ ഒരു പരിപ്രേക്ഷ്യം നമുക്ക് ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ടോ മണിപ്പൂരിന് പുറത്തു നിന്നുകൊണ്ടോ കൊടുക്കുമ്പോഴും ഇവിടെ വംശീയത ഒരു വലിയ വിഷയമാണ്. ആ വംശീയതയുടെ കാര്യമെന്ന് പറയുന്നത് ട്രൈബൽ വിഭാഗങ്ങൾ, കുക്കികൾ, പൊതുവെ നാഗന്മാരും കുക്കികളും ഒക്കെ പൊതുവേ ക്രൈസ്തവ വിഭാഗക്കാരാണ്. അവിടെ ചർച്ച് വളരെ ആക്റ്റീവാണ്, ക്രിസ്ത്യൻ ചർച്ച് വളരെ ആക്റ്റീവാണ്. അതേസമയം മെയ്ത്തികൾ ഏതാണ്ട് വലിയ ഒരു നമ്പർ ഹൈന്ദവ വിശ്വാസികൾ തന്നെയാണ്. അപ്പം അവിടെ സ്വാഭാവികമായി വംശീയമായ ആക്രമണം നടക്കുമ്പോൾ പരസ്പരം ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വേണ്ടത് 2 പരിഹാരങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഇമ്മീഡിയറ്റ് സീസ് ഫയർ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം, ഇമ്മീഡിയറ്റായ ഈ എസ്കലേഷൻ അവസാനിപ്പിക്കുക. അതിന് ഭരണകൂടം മുന്നിട്ട് ഇറങ്ങിയെങ്കിലേ പറ്റൂ. 2, ദീർഘകാലമായ സൊല്യൂഷനാണ്, ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ. മെയ്തികൾക്കും കുക്കികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തക്ക ഒരു അന്തരീക്ഷമുണ്ടാകണം, അതിന് ചർച്ചയുണ്ടാകണം. അവിടെ രാഷ്ട്രീയം കടന്നു വരുന്നു. മെയ്തികളെ മാത്രം പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് കുക്കികൾ ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ കാണുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പോൾ ബീരേൻ സിംഗിനെതിരെ മെയ്തികളുടെ, തൻ്റെ സ്വന്തം സമുദായമായ മെയ്തികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ബീരേൻ സിംഗിൻ്റെ ഭവനം ആക്രമിക്കപ്പെട്ടു. 2 മന്ത്രിമാരുടെ, 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും മന്ത്രിസഭയിലുള്ള 2 മന്ത്രിമാരുടെ ഭവനങ്ങൾ പൂർണ്ണമായി അഗ്നിക്കിരയാക്കി. 6 MLA-മാരുടെ ഭവനങ്ങളും കലാപകാരികൾ, അത് കുക്കി കലാപകാരികളല്ല, മറിച്ച് ഇംഫാൽ താഴ്വരയിലെ മെയ്തി വിഭാഗക്കാരാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ 2 വിഭാഗക്കാരും സായുധമായി സംഘടിക്കുകയും അവർ വലിയ ആയുധപ്പുരകൾക്ക് കാവൽ നിൽക്കുകയും അവരുടെ കയ്യിൽ ഏറെ ആയുധങ്ങളുടെ ശേഖരം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ വളരെ സ്ഫോടനാത്മകമായ ഒരു നിലയിൽ തന്നെയാണ് മണിപ്പൂർ. ഓർക്കുക, മണിപ്പൂർ ഇന്ത്യക്കുള്ളിലാണ്. ഈ അഖണ്ഡ ഇന്ത്യയുടെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഉള്ളിലുള്ള മണിപ്പൂർ കേവലം 2 MP-മാരെ മാത്രമായിരിക്കും കേന്ദ്ര പാർലമെൻറ്റിലേക്ക് വിടുന്നത്. അപ്പോൾ അവരുടെ ഒരു ബലപേശൽ ശക്തി വളരെ കുറവാണ്. ആ 2 പേരും ഇപ്രാവശ്യം കോൺഗ്രസ് MP-മാരാണ് എന്നോർക്കണം. മെയ്തികൾക്ക് ഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയിലും കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള മലനിരകളിലും ഉള്ള 2 മണ്ഡലങ്ങൾ, മണിപ്പൂർ ഇന്നറും ഔട്ടറും മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സാണ് വിജയിച്ചത്. സ്വാഭാവികമായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ, 2 വിഭാഗം ജനങ്ങൾക്കിടയിലും ഈ കലാപം കൈകാര്യം ചെയ്ത ബീരേൻ സിംഗിൻ്റെ രീതികളോടുള്ള ശക്തമായ വിയോജിപ്പ് നിലനിൽക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായും അങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. അത് രാഷ്ട്രീയം മാറ്റി നിർത്തി, സ്ഥാപിത താൽപ്പര്യങ്ങൾ മാറ്റി നിർത്തി ഇമ്മീഡിയറ്റ് പ്രശ്നപരിഹാരം, അതല്ലെങ്കിൽ ഇന്ത്യയുടെ അഖണ്ഡത തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മ്യാൻമാറുമായി ചേർന്ന പ്രദേശമാണ്. അപ്പോൾ വെളിയിൽ നിന്നും തീവ്രവാദികളും ഭീകര ഗ്രൂപ്പുകളും രാജ്യം കടന്ന്, അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുന്ന വിഭാഗങ്ങൾ കൂടി കടന്നു വന്നാൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന, ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ശക്തികൾ ഈ അവസരം, ഈ ദൗർബല്യം, ആഭ്യന്തരമായ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അത് പൂർണ്ണമായി പ്ലഗ് ചെയ്യുക, പൂർണ്ണമായി ഒഴിവാക്കുക. അതാണ് ഇപ്പോഴത്തെ ഈ നിമിഷത്തിൻ്റെ ആവശ്യം.